ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഓട്സ് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ. ഈ പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. കമോൺ ഗൈസ്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഞാൻ പാലിൽ 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന 1 കപ്പ് ഓട്സ് ആണ്. അത് കഴിഞ്ഞ് ഒരു മുട്ട, ഒരു പഴം, 5-6 ഡേറ്റ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഡ്രൈ നട്ട്സും കൂടെ ഞാനൊരു 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി മിക്സഡ് സീഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വാനില എസൻസ് 1 ടീസ്പൂൺ, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബട്ടർ എടുത്തിട്ടുണ്ട്. അവസാനമായി ഡാർക്ക് ചോക്ലേറ്റും. ഇനി തയ്യാറാക്കുന്ന വിധം നോക്കാം. മിക്സി ജാറിലോട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. 15 മിനിറ്റ് പാലിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സും നമ്മുടെ ഡ്രൈഡ് നട്ട്സും അതുപോലെ തന്നെ മിക്സഡ് സീഡ്സ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ്, വാനില എസൻസ്, ഒരു പഴം, ഒരു മുട്ട, അതുപോലെ തന്നെ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വേണം ഗ്രൈൻഡ് ചെയ്യാൻ. ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രൗണിയുടെ ഒരു തിക്ക് ബാറ്ററായിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. കേക്ക് ട്രേ ഞാൻ ബട്ടർ ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ബ്രൗണി ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. പകുതി ഒഴിച്ചതിന് ശേഷം നമ്മുടെ ക്രഷ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് അതിൻ്റെ മുകളിലൊന്ന് വെതറാം. ആദ്യത്തെ ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബ്രൗണി ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ടോപ്പ് ചെയ്യാം നമ്മുടെ ക്രഷ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് വെച്ച്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് പൊതുവേ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഞാനിവിടെ ചീനിച്ചട്ടി ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ളിലേക്ക് ഞാൻ ഈ കേക്ക് ട്രേ ഇറക്കി വെച്ച് ഒരു 20 to 25 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ. 25 മിനിറ്റ്സിന് ശേഷം നമ്മുടെ അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എന്നാലും ഞാനൊന്ന് ടൂത്ത് പിക്ക് വെച്ചും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ നമ്മുടെ ഓട്സ് ആയതുകൊണ്ട് ചെറിയൊരു ബാറ്റർ പാർട്ടിക്കിൾസ് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ബട്ട് 25 മിനിറ്റ്സ് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ ദ ഓട്സ് ആൻഡ് ദ എഗ് ടു ഗെറ്റ് കുക്ക്ഡ്. ഇനി നമ്മുടെ ബ്രൗണി ഒന്ന് കൂളാവട്ടെ. അതിനുശേഷം പതുക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. I would recommend all of you to try this recipe at home because ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിച്ച് ഇൻ ഫൈബർ, പ്രോട്ടീൻ, ബയോട്ടിൻ, ഈവൻ അയൺ ഓൾസോ. ഞാനിതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഹെൽത്തി. ദർസ് നോ മൈദ ആൻഡ് നോ വൈറ്റ് ഷുഗർ. ആൻഡ് ഓവൻ ഇല്ലാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ചീനിച്ചട്ടിയിലാണ്. ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലോട്ടനെ എത്തുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഗൈസ്.